രണ്ട് ബൈക്ക് യാത്രക്കാർ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ആദ്യത്തെയാൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും രണ്ടാമത്തെയാൾ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തെയാൾ രണ്ടാമത്തെയാളേക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തി. എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഇവിടെ രണ്ട് യാത്രക്കാർ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയത്ത് ഒരേ ദിശയിൽ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ ഇവിടെ വ്യത്യാസമുള്ള വെച്ചാൽ, ആദ്യത്തെ ആളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ, അയാളുടെ വേഗത കൂടുതലാണ്. രണ്ടാമത്തെ ആളുടെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ വേഗത കുറവാണ്. അപ്പോൾ വേഗത കൂടുതൽ ആദ്യത്തെ വ്യക്തിക്കാണ്, അയാളാണ് ലക്ഷ്യസ്ഥാനത്ത് ആദ്യത്തെ. അതാണ് പിന്നെ പറയണത്, ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തി. ആദ്യത്തെ ആളുടെ വേഗത കൂടുതലാണ്, അതുകൊണ്ട് അയാൾ ആദ്യത്തെ എത്ര സമയം നേരത്തെ? രണ്ടാമത്തെ ആളേക്കാൾ 4 മണിക്കൂർ മുൻപ് അവിടെ എത്തി. നമ്മൾ കാണേണ്ടത് എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്ക് വരുമ്പോൾ നമുക്കൊരു എളുപ്പ വഴിയിൽ കണക്ക് ചെയ്യാം. അതായത് S1 × S2 / S1 - S2 × T. ഇതിൽ S1ഉം S2ഉം രണ്ട് സ്പീഡുകൾ, രണ്ട് വേഗതകൾ. T എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സമയം, വില കൊടുക്കുക. ഏതൊക്കെ വേഗതകൾ? 60ഉം 50ഉമാണ്. അപ്പോൾ S1 × S2 60 × 50 S1 - S2 60 - 50 ഇൻറ്റു സമയം 4 മണിക്കൂർ മുമ്പ് എന്ന് പറയുന്നുണ്ട്, ഇൻറ്റു 4. 60 × 50 ഗുണിക്കുമ്പോൾ 6×5 30 2 0, അതായത് 3000 / 60 50 കുറച്ചാൽ 10 ഇൻറ്റു 4. ഇതിൽ ഈ 10ഉം 3000ത്തിൽ ഒരു 0 നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 300 × 4 ഉത്തരം ഗുണിക്കുമ്പോൾ 1200 കിലോമീറ്ററാണ് ഉത്തരം.